BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഈ വർഷം LBS വഴി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമാണിപ്പോൾ. പലരും ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തു, പലരും കൊടുക്കാനുണ്ട്. സ്റ്റേറ്റ് സിലബസുകാരുടെയും റിസൾട്ട് വന്ന സ്ഥിതിക്ക് എല്ലാവരും എത്രയും വേഗം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും വേഗം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. അതിന് മുമ്പായി തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും വാലിഡ് ആണെന്നും പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതും നിങ്ങൾ ഇൻഷുർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അക്ഷയ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തുവെന്നും അത് പ്രോപ്പറായി സബ്മിറ്റ് ചെയ്തുവെന്നും എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായി അപ്ലൈ ചെയ്തു എന്നും നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. എയിംസിൻ്റെ പലർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻസ് പലരും വിളിച്ച് പറയാറുണ്ട്. ഇനി LBSൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം നിങ്ങൾ ആദ്യം LBSൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിൽ നിങ്ങൾക്ക് വിസിബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. 2025-26 പ്രോസ്പെക്ടസ് ആണ്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കോഴ്സുകളാണ്, പാരാമെഡിക്കൽ കോഴ്സസ് ഏത്, അതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതുകൂടാതെ BSc നഴ്സിങ്ങിനുള്ള എലിജിബിലിറ്റി, ആർക്കെല്ലാമാണ് റിസർവേഷൻ കാറ്റഗറിയിലുള്ളത്, അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് എന്തോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. പലരും പറയുന്ന ഇൻഫർമേഷൻസ് ഫോളോ ചെയ്യാതെ സ്വന്തമായി പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുകൂടാതെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും എന്തൊക്കെയാണ്, എവിടെ നിന്നാണത് വാങ്ങിക്കേണ്ടത്, ഇതിൻ്റെ വാലിഡിറ്റി എന്ത്, ഇതിനെക്കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ വായിച്ചതിന് ശേഷം അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് മാത്രം വിശ്വസിക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾ വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്കാണ് LBSc കിട്ടുന്നത് എന്ന്. അതിന് ലാസ്റ്റ് ഇയറിലെ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ ആവറേജ്, അതായത് എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്കാണ് ഗവൺമെൻറ്റിൽ BSc നഴ്സിങ്ങിനും മറ്റ് കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിച്ചത് എന്ന് അറിയുന്നത് നല്ലതാണ്. BSc നഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പല കാറ്റഗറി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ജനറൽ കാറ്റഗറി, ഇക്കണോമിക്കലി വീക്ക് കാറ്റഗറി, മൈനോറിറ്റി കാറ്റഗറീസ്, അതുകൂടാതെ SC ST ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഓരോ കാറ്റഗറീസിനും കുറച്ച് സീറ്റുകൾ റിസർവ്ഡ് ആണ്. ആ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ കേരളത്തിൽ 14 മെഡിക്കൽ കോളേജസും അതുകൂടാതെ സിമെൻറ്റ് കോളേജ്, അങ്ങനെ പല കോളേജുകളുണ്ട്. കോളേജുകളുടെ ലിസ്റ്റിനെ കുറിച്ച്, ഓരോ കോളേജിലും എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ പറയാൻ കാരണം എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട്, പേരൻസിൻ്റെയും കുട്ടികളുടെയും. എൻ്റെ ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ എൻ്റെ മാർക്ക് എത്രയാണ്, എനിക്ക് ഈ വർഷം ഗവൺമെൻറ്റിൽ കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓരോരുത്തരോടും നമുക്ക് ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ഒരു ആവറേജ് ഇൻഡെക്സ് മാർക്ക് എത്ര മാർക്കുള്ളവർക്കാണ് ഓരോ മെഡിക്കൽ കോളേജിലും കിട്ടിയത്, ഇതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് 14 മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ ഓരോരുത്തരും നല്ല മാർക്കുള്ളവർ ഏത് ഏരിയ ആണോ നിങ്ങളുടെ ആ മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് ഏത് മെഡിക്കൽ കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഏത് കോളേജാണ് നല്ലത്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല ഏത് കോളേജാണ് നല്ലത്. പല കോളേജുകൾക്കും ഗുഡ് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ഓരോരുത്തർക്കും ഒരു കോളേജ് നല്ലതാണോ നല്ലതല്ലേ എന്ന് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയില്ല. നഴ്സിങ്ങിൽ 50% മാത്രമാണ് നിങ്ങൾക്ക് കോളേജസിൽ നിന്ന് കിട്ടുന്നത്. ബാക്കി 50% നിങ്ങൾ തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്താലാണ് ജോലി കിട്ടുന്നത്. അതിന് നിങ്ങൾക്ക് നല്ല നോളജ് വേണം. അത് നിങ്ങൾ തന്നെ അക്യൂർ ചെയ്യേണ്ടതാണ്. ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് ഇയർ എങ്ങനെയാണ് ക്ലോസ് ആയത് നമുക്ക് നോക്കാം. പല കോളേജിലും പല കാറ്റഗറിക്കും ഈ 14 കോളേജിൽ മോസ്റ്റ് ഓഫ് ദ കോളേജിലും പല കാറ്റഗറിയും 300 ഔട്ട് ഓഫ് 300 മാർക്ക് വാങ്ങിയാണ് പല സീറ്റുകളും ക്ലോസ് ആയത്. 300 ഔട്ട് ഓഫ് 300 ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ്, സിമെറ്റ്, പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെ എല്ലാ കാറ്റഗറിയും കൂടെ കൂട്ടിയാലും
12,000 സീറ്റൊക്കെയാണ് ആകെ വരുന്നത്. എൻഹാൻസ്മെൻറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻഹാൻസ്മെൻറ്റ് വന്നാലും ഒരു 200-300 സീറ്റിലേക്ക് മുകളിലേക്ക് കയറി പോവുകയില്ല. അതായത് മാക്സിമം ഒരു 12,500 മാറ്റും. അത്രയും സീറ്റുകളാണുള്ളത്. ഈ വർഷം എത്ര പിള്ളേർ പഠിച്ചിറങ്ങി എന്നൊക്കെ നമുക്കറിയാം. ഇതിൽ ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 300 ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് കാണും. അത് കഴിഞ്ഞ് 299 പോയിൻ്റ് ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ ജനറൽ കാറ്റഗറി ആണെങ്കിൽ മെഡിക്കൽ കോളേജ്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഒരു 299 എബോ ഉള്ള സ്റ്റുഡൻസ് മാത്രമാണ് കിട്ടാൻ ചാൻസ്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ. ഇനി മറ്റ് മൈനോറിറ്റി കാറ്റഗറി ആണെങ്കിലും എല്ലാ സ്റ്റുഡൻസിനും നല്ല മാർക്കാണ്, അവർക്കും നല്ല ഒരു 299 ഒക്കെ വേണം. SC/ST മാത്രം ഒരു 295 കൂടുതലാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. SCക്ക് ലാസ്റ്റ് ഇയർ മുഴുവൻ ക്ലോസ് ആയത് 295 എബോ ആണ്. STക്ക് മാത്രം ലാസ്റ്റ് ഇയർ 280 വരെ വന്നു. അതുകൊണ്ട് SC/STക്കും ഇത് ബാധകമാണ്. 295 എബോ SCക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ST കാറ്റഗറി ആണെങ്കിൽ ഒരു 280 എങ്കിലും വേണം, അതിൽ താഴെ കിട്ടാൻ ചാൻസ് കുറവാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളും നിങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ആലപ്പുഴ, പരിയാരം, എറണാകുളം എല്ലാ സ്ഥലത്തും മാക്സിമം മാർക്ക് 300, SC/STക്ക് വരെ മിനിമം 280 ആണ്. ഇതുകൂടാതെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള അഡ്മിഷൻസും ഉണ്ട്. പ്രൈവറ്റ് മാനേജ്മെൻറ്റിലേക്കും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലേക്കുമുള്ള ആപ്ലിക്കേഷൻ അടുത്ത മാസം ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനും നിങ്ങൾ അപ്ലൈ ചെയ്യണം. LBSC കൊടുത്തവർ അതിനും അപ്ലൈ ചെയ്യണം. കാരണം ഒരു കോളേജിലെ 50% സീറ്റാണ് LBS വഴി, ബാക്കി 50% പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം 50% വേറെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അതായത് അതിന് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓൺലൈൻ കൊടുത്താണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അത് നിങ്ങൾ അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ ഈ മാസം തന്നെ അടുത്ത മാസത്തേക്ക് ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആണെങ്കിലും ഏറ്റവും കുറഞ്ഞ മാർക്ക് ഒരു 280 എങ്കിലും വേണം. 280 കുറവാണെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. അതിൽ കുറവുള്ളവർ BSCക്കോ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ വെയിറ്റ് ചെയ്യുന്നതിനും യാതൊരു അർത്ഥവുമില്ല. BSc നഴ്സിങ്ങിനോടൊപ്പം തന്നെ പാരാമെഡിക്കലിൻ്റെ ഒരു ഇൻഡെക്സ് മാർക്ക് റേഞ്ച് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. പാരാമെഡിക്കൽ ഡയാലിസിസ് ടെക്നോളജി അത് 5 മെഡിക്കൽ കോളേജസിലാണുള്ളത്. അവിടെയും അഡ്മിഷൻ ക്ലോസ് ആയത് 299 ആൻഡ് 298 എബോ ആണ്. അതിൽ SC/STക്കും 290, 270 ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ SC/STക്ക് ഒരു 275 എബോ ആണെങ്കിൽ ഡയാലിസിസ് ടെക്നോളജിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ജനറൽ കാറ്റഗറി, മറ്റ് മൈനോറിറ്റി കാറ്റഗറീസിനൊക്കെ ഇതിനും 298 എബോ മാർക്ക് വേണ്ടതായിരിക്കും. ഒപ്റ്റോമെട്രിയും ഇതുപോലെ തന്നെയാണ്. 295 ആണ് മെഡിക്കൽ കോളേജിലൊക്കെ ക്ലോസ് ആയത്. 295 എബോ ആണ് ലാസ്റ്റ് ഇയർ അഡ്മിഷൻ ക്ലോസ് ആയത്. അതുപോലെ SC/STക്കും 280 എബോ എങ്കിലും ഒപ്റ്റോമെട്രിക്കും വേണം. മെഡിക്കൽ ലാബ് ടെക്നോളജി അതും 299, 300 ആണ് ലാസ്റ്റ് ഇയർ ക്ലോസ് ആയത്. SC/STക്കും 299 ആയിരുന്നു. എനിവേ 288 ആണെങ്കിലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ ഒരു കോളേജാണുള്ളത്, കോഴിക്കോട്. അവിടെ 299 എബോ മാർക്ക് വേണം. പെർഫ്യൂഷൻ ടെക്നോളജി അതിന് 3 കോളേജസ് ആണുള്ളത്. അവിടെയും 298 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. കാർഡിയോവാസ്കുലർ ടെക്നോളജിക്കും എല്ലാവർക്കും തന്നെ എല്ലാ കോളേജിലും ക്ലോസ് ആയത് 300-ലാണ്. അപ്പോൾ 300 ഒക്കെ, അപ്പോൾ ഒരു 298 ഇവിടെയും നിങ്ങൾക്ക് വേണ്ടി വരും. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും അതുപോലെ തന്നെയാണ്. 299 എബോ ആണ്. ഇത് 298 എങ്കിലും ഉള്ളവർക്കാണ് ഇത് അഡ്മിഷൻ കിട്ടുന്നത്. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിക്കും ഇതുപോലെ തന്നെയാണ്. 296-ലാണ് ക്ലോസ് ആയത്. ഫിസിയോതെറാപ്പിക്കും എനിവേ ഈ വർഷം ഒരു 298 എങ്കിലും വേണ്ടി വരും. കാരണം BSc നഴ്സിംഗ് കിട്ടില്ല എന്നറിയാവുന്ന പലരും പാരാമെഡിക്കലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഇതിനും 298 എബോ മാർക്ക് വേണം. ഒക്കെയാണ് ഗവൺമെൻറ് കോളേജസ് ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സസും ഓരോ കോളേജിൻ്റെ ലിസ്റ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ലഭിച്ച ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യേണ്ടതാണ്. ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടും എന്നോർത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ടൈം കളയല്ല. നല്ല മാർക്കുള്ളവർക്കാണ് നഴ്സിങ്ങിനോ പാരാമെഡിക്കലിനോ അഡ്മിഷൻ കിട്ടുന്നത്.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫീൽഡ്, ഈ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം വേസ്റ്റ് ആവും. നെക്സ്റ്റ് ഇയറും അഡ്മിഷൻ കിട്ടും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം നെക്സ്റ്റ് ഇയറും ഇതിലും മാർക്കുള്ള സ്റ്റുഡൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും. അതുകൊണ്ട് നിങ്ങൾ ടൈം കളയരുത്. എത്രയും വേഗം നിങ്ങൾക്ക് ചേരുന്ന ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാവുന്നതിനുള്ള ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഏജൻറ്റ് വഴി കേരളത്തിന് പുറത്ത്, എക്സ്പെഷ്യലി മംഗലാപുരം, കർണാടക എന്നീ സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നത് പലപ്പോഴും നിങ്ങൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം. അല്ലെങ്കിൽ വൺസ് കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നതായിരിക്കും.